ബ്രോ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ എങ്ങനെയാണ്? അഭിപ്രായം പറയാൻ ടു ഏർലി, റിപ്പോർട്ട് വന്നിട്ടില്ലല്ലോ, ഞാനത് ഫുള്ളായിട്ട് വായിച്ചിട്ടുമില്ല. നമ്മൾ ആ ഒരു ന്യൂസിൽ കണ്ടത് വെച്ചിട്ട് മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതായിട്ടൊരു അത് നിങ്ങൾ ഈ മലയാള സിനിമയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗോസിപ്സ് ആയിട്ട് നിന്ന കാര്യങ്ങളായിരുന്നു കുറേ, ഇവരൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് റിപ്പോർട്ടായിട്ട് അവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ വരുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് ഇന്ന് വൈകുന്നേരം ഒരു ഷൈൻ ടോം ചാക്കോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അയ്യോ, ഷൈൻ ടോം ചാക്കോ അങ്ങേര് എന്താ പറഞ്ഞത്? അങ്ങേരിക്ക് ഒരു പിടുത്തമല്ല, അങ്ങേരോട് ചക്കാൻ നോക്കുമ്പോൾ അങ്ങേര് വാങ്ങാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ടു ഏർലി ടു റിയാക്ട് എന്ന് പറഞ്ഞില്ലേ, ലൈക്ക് എന്താ പറയുക, അങ്ങേര് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ പറഞ്ഞതെന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങേര് പറയുന്നത് വേറെ, അവർ ചോദിക്കുന്നത് വേറെ. ഇതൊരു 4 വർഷം മുമ്പായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഈ കമ്മീഷനെ കുറിച്ച് പഠിക്കാനൊക്കെ ഏർപ്പാടാക്കി സർക്കാർ. പിന്നെ ഇത്ര ലേറ്റ് ആയിട്ട് സർക്കാർ പുറത്തു വിടാനുള്ള അവർക്ക് അതിന് ടൈം കൊടുക്കണല്ലോ. 1 crore എബോവ് ഖജനാവിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിന്റെ പൈസ സ്പെൻഡ് ചെയ്ത്. ഇതുവരെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നല്ല എവിടെയും ഒരു ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെച്ചിട്ടൊന്നും ഇല്ലല്ലോ പഠിക്കാൻ. സോ ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് തിങ്. പക്ഷെ പുറത്ത് വന്നപ്പോൾ അതിന് പല്ലും നഖവും ഇല്ലാത്ത അവസ്ഥയിലായി പോയി എന്നുള്ളൂ. ആരെ പേരൊന്നും ഇല്ലല്ലോ, പ്രമുഖൻ പ്രമുഖത്വമല്ലോ.